എന്നാ 60 ഇപ്പൊ റൗണ്ട് ഫിഗർ ആയിക്കോട്ടെ വേണ്ട ഞാൻ നോക്കട്ടെ ഹലോ നിങ്ങളുണ്ട് നമ്മുടെ ഈ എക്സസൈസിന്റെ ഗുണം നമുക്ക് മനസ്സിലാണെങ്കിൽ ഒന്നിക്കല് ഒരു 10 ദിവസം റെസ്റ്റ് ഇട്ട് വീട്ടിലിരിക്കണം. ഒന്നിക്കൽ അസുഖം വന്നിട്ട് ഇവിടെ വരാണെങ്കിൽ അതിന്റെ എഫക്ട് മനസ്സിലാക്കും. അത് ചെയ്യാണ്ട് നിന്നാലുള്ളത് മോമൊക്കെ പറഞ്ഞു. അതിന് ശേഷം കിടന്നിട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞത് 2 മാസത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആക്സിഡന്റ് സംഭവിച്ചിട്ട് 3 വയലുപെട്ടിരിക്കുന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് 10-15 ഐറ്റംസ് ഉണ്ട്. അത് ചെയ്തിട്ടൊക്കെ എനിക്ക് നല്ല വേദനയാണ്. ഇവിടെ ഈ ഭാഗത്താണ് വല്ലാത്ത വേദന. അപ്പോൾ കൈപ്പൊക്കെ നമ്മുടെ ഇതിലുള്ള ഒരുപാട് റിലേറ്റായ സംഭവങ്ങൾ അതിലുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാതെ അത് ചെയ്യും, ഇവിടെയും വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കൈപ്പൊക്കെ അടിക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതുകൊണ്ടെങ്കിൽ അത് ശീലമായി. ഞാൻ അതടിച്ച് കാണിച്ചെടുത്തു. അപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ. ഈ കാര്യം അയാൾക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ റിലീവ് ചെയ്യാൻ പറഞ്ഞു, ഇനി വിടാൻ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് വന്ന് ചെയ്തുകൊണ്ട് ഇതാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്തത്. മോശം ഞാൻ പറയില്ല, ചികിത്സ തന്നെയാണ്, കുറ്റം വരില്ല. പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ടിയൊക്കെ റോഡിലൊക്കെ കൊണ്ടാണ് എനിക്ക് വേദന വരും. പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ സുഖമുണ്ട്. എല്ലാവരോടും ഞാൻ പറയാണ് ഇതൊരു വല്ലാത്തൊരു എക്സസൈസാണ്. നിങ്ങൾ ആരും 3 എല്ലും ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഷോൾഡറും മസിലും പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എവിടെപ്പങ്ങൾ ചെയ്യുന്നൊക്കെ അപ്പോൾ ചെയ്യുന്നുണ്ട്. അതെന്തില്ല അതായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, ആരും ഇതിന് വിമുഖത കാണിക്കും. മാക്സിമം ഒരു കൊല്ലം മുമ്പ് എൻ്റെ കാലിന് സ്കൂട്ടർ വീണിരുന്നു. അപ്പോൾ ആ സമയത്ത് നഖ റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് കാലിൻ്റെ വിരലിൻ്റെ ആ ഭാഗം പുഴുക്കടി വന്നിട്ട് പഴുപ്പ് വന്നു. ഈ ഇടയ്ക്ക് അത് സർജറി ചെയ്തിട്ട് പിന്നെ നീക്കം ചെയ്തു. 1 മാസം ഞാൻ നോമ്പിന് റെസ്റ്റ് ചെയ്യുന്നു, നോമ്പെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിക്കാഞ്ഞത്. മുമ്പ് 74 കിലോ ഉണ്ടായിരുന്നു. പിന്നെ മാക്സിന് വന്നതിന് ശേഷം അത് 65, 67, 68 വന്നിരുന്നു. ഇപ്പം വീണ്ടും ഞാൻ 73 കിലോ ഉണ്ട്. അപ്പൊ ഈ മാക്സിമം സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല. നിർബന്ധമായി എല്ലാവരും വരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും KP ഒക്കെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ കൂട്ടായ്മ നിലനിർത്തണം എന്നാണ് എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാനുണ്ടോ? ഞാൻ എപ്പോഴും പറയാം.